മടങ്ങി വന്നപ്പോൾ തോൽപ്പിച്ചു. അപ്പൊ ജയിച്ചവൻ എന്നൊരു വാക്ക് കിടപ്പുണ്ടെങ്കിൽ തോൽപ്പിച്ചു എന്നല്ലേ അർത്ഥം. ആമേൻ. അവൻ തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ, അത് ജയിച്ചു വന്നപ്പോൾ. ശാലേം രാജാവായ മൽക്കിസദേക്ക്, ഇത് എബ്രായ പുസ്തകത്തിൽ പറയുന്നു, എന്നേക്കും ഒരു മഹാപുരോഹിതൻ. അവന് വംശാവലിയില്ല, പിതാവില്ല, മാതാവില്ല, പാരമ്പര്യമില്ല. അവൻ എന്നേക്കും ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ആരാ ഈ പുരോഹിതൻ? യേശു അല്ലേ? ശാലേം രാജാവ് യേശു അല്ലേ? യേശു അബ്രഹാമിന് എന്ത് കൊടുത്തു? അപ്പവും വീഞ്ഞും കൊടുത്തു. ഇവിടെ പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്നുള്ള ഭാഗത്ത് പറയുന്നു, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. 7-ാം ദിവസത്ത് കൊടുക്കേണ്ടുന്ന ചില മന്ന, മരുഭൂമിയിൽ വെളിപ്പെട്ട മന്ന അല്ല. ആമേൻ. ക്രിസ്തു എന്ന ആ മറഞ്ഞിരിക്കുന്ന ഒരു മന്നയുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുവിനെ ആ വേണ്ട വിധത്തിൽ അനുഭവിച്ചറിഞ്ഞോ? അംശമായേ അറിഞ്ഞോ. ഇനി നമ്മൾ അവനെ യഥാർത്ഥമായി അനുഭവിച്ചറിയാൻ പോവുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, നീ ജയിക്കുമോ? നീ ശത്രുവിനെ ജയിക്കുമോ? കർത്താവ് സഹായിക്കും. ഈ ബുദ്ധിപദേശം കൈക്കൊള്ളുന്നവനെ നീ ജയിക്കും. ഈ ബുദ്ധി നീ കേട്ടാൽ നീ ജയിക്കും. നീ അവന്റെ വചനം വിശ്വസിച്ചാൽ നീ ജയിക്കും. അവന്റെ രക്തം അതിന് മതിയായതാകുന്നു. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിട്ട് കർത്താവ് സഭയ്ക്ക് അകത്ത് വെച്ചിട്ട് പറയുക, എന്റെ സഭയെ, നിന്നെ പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല, നീ അതിനെ ജയിക്കും. ആമേൻ. പറ, എന്റെ യേശുവേ, ഞാൻ ജയിക്കും. ഞാൻ ജയിച്ച് കയറി വരും. ഞാൻ തോറ്റുപോകുകയില്ല. ഞാൻ പരാജയപ്പെട്ടു പോകുകയില്ല. ഞാൻ രോഗത്തിന് കീഴടങ്ങില്ല. അടിമനുഖത്തിന് കീഴടങ്ങത്തില്ല. പാപ സ്വഭാവങ്ങൾക്ക് കീഴടങ്ങില്ല. ദുഷ്ടന്റെ തന്ത്രങ്ങൾക്ക് കീഴടങ്ങില്ല. ഞാൻ ജയിച്ചു വരും. ഹല്ലേലൂയ. ആമേൻ.